അപ്പോൾ ഗൈസ് നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു വാഹനം റീ രജിസ്ട്രേഷൻ വെക്കണമെന്നോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയുള്ള സിമ്പിൾ മെത്തേഡ് ആണ്. അത് നമ്മൾ ആർടി ഓഫീസിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് കാർ ഇൻഫോ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുക്കുക. ഞാൻ ഈ അടിച്ചു കൊടുക്കുന്ന നമ്പർ ഒരു റീ വണ്ടിയുടെ നമ്പറാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ ബെൻസ് ഇ ക്ലാസ് ആണ് വരുന്നത്. 2010 മോഡലാണ്. ഇത് കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് എന്നാ രജിസ്ട്രേഷൻ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മളടുത്ത് നോക്കുന്നത്. അതേ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തിട്ട് അതിന്റെ അവസാനത്തെ നമ്പർ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് 44 ചേഞ്ച് ചെയ്ത് 43 കൊടുത്തേക്കുന്നത്. അപ്പോൾ അന്നേരം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ 125 ആണ് വരുന്നത്. അത് വരുമ്പോൾ 2024 ഈ ആ ഒരു വാഹനം രജിസ്ട്രേഷൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് ആ നമ്പർ തന്നെ നമ്മൾ അവസാനത്തെ അക്കം ഒരു 46 കൊടുത്തിട്ട് നമ്മൾ നോക്കുവാണ്. അപ്പോൾ വരുമ്പോൾ ടാറ്റയുടെ പഞ്ചാണ് വരുന്നത്. ഈ ഒരു വാഹനം വരുമ്പോഴും ഓഗസ്റ്റ് 2024 രജിസ്ട്രേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇസഡ് സീരീസ് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു ഇയറിലേക്കാണ് വരുന്നത്. പിന്നെ അതിൽ കൂടുതൽ രജിസ്ട്രേഷൻ വരുമ്പോഴാണ് ZI ZJ ഒക്കെ വരുന്നത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു.